സുഹൃത്തുക്കളെ, പ്രമേഹ രോഗ ചികിത്സയിൽ ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ളതും ഇനി വരാൻ പോകുന്നതുമായ ചില വിപ്ലവകരമായ മാറ്റങ്ങളെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ പ്രമേഹ രോഗികളിൽ പ്രമേഹത്തിന് 5-6 വർഷം ആകുമ്പോൾ നമുക്ക് ഗുളികകൾ കൊണ്ട് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ ബുദ്ധിമുട്ട് വരും. 2-3 ഗുളികകൾ നൽകിയാൽ പോലും ഷുഗർ കൺട്രോളിൽ വരാതെ വരികയും ആ ഒരു ഘട്ടത്തിൽ ഡോക്ടർമാർ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ദിവസവും 3 നേരം കുത്തിവെക്കുന്ന ഷോർട്ട് ആക്ടിങ് ഇൻസുലിനോ ദിവസവും 2 നേരം കുത്തിവെക്കേണ്ടി വരുന്ന ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിനോ അല്ലെങ്കിൽ ദിവസവും 1 നേരം മാത്രം കുത്തിവെക്കേണ്ടി വരുന്ന ബേസൽ അഥവാ ലോങ് ആക്ടിങ് ഇൻസുലിനോ നിർദ്ദേശിക്കാറുണ്ട്. ഇനി 2022-23 കാലഘട്ടത്തിന് ശേഷം വന്ന ഒരു വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത് 2 പുതിയ സെറ്റ് ഓഫ് ഡ്രഗ്സ്, DPP-4 ഇൻഹിബിറ്റർ സിറ്റാഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ, SGLT2 ഇൻഹിബിറ്റർ ഡാപ്പാഗ്ലിഫ്ലോസിൻ, എംപാഗ്ലിഫ്ലോസിൻ എന്നിങ്ങനെ 2 പുതിയ സെറ്റ് മരുന്നുകൾ പേറ്റന്റ് പീരീഡ് കഴിഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായി എന്നുള്ളതാണ്. ഇത് 2015 മുതൽ ഏകദേശം ഒരു ഗുളികയ്ക്ക് 50 മുതൽ 100 രൂപ വരെയുള്ള നിരക്കിൽ ലഭ്യമായിരുന്നു. പക്ഷേ പേറ്റന്റ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ഫാർമ കമ്പനികൾ ഇത് വളരെ ലാർജ് സ്കെയിൽ ഉൽപ്പാദിപ്പിക്കുകയും ഏകദേശം 7 മുതൽ 12-13 രൂപ നിരക്കിൽ അത് നമുക്ക് ലഭ്യമാക്കുകയും ചെയ്തതിന് ശേഷം 10-12 വർഷം വരെ ഈ മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഇൻസുലിൻ ഇല്ലാതെ പ്രമേഹ രോഗികളുടെ പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുവാൻ പറ്റിയിരുന്നു. അടുത്ത കാലത്തായി വന്നിട്ടുള്ള ഒരു വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനുമായി ഉപയോഗിച്ചു വന്നിരുന്ന മാസം ഏകദേശം 15,000 രൂപ മുതൽ 20,000 രൂപ വരെ ചെലവ് വന്നിരുന്ന സിമാഗ്ലൂട്ടൈഡ് എന്ന ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കേണ്ടി വന്ന ഇഞ്ചക്ഷൻ ഈ 2026 മാർച്ച് അവസാനമായപ്പോൾ പേറ്റന്റ് പീരീഡ് തീരുകയും അവിടെയും ഇന്ത്യൻ കമ്പനികൾ അത് വളരെ ബൾക്കായി നിർമ്മിച്ച് ഏകദേശം 1,300 മുതൽ 1,800, 1,900 രൂപ വരെയുള്ള നിരക്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമാക്കുകയും ചെയ്തു. ഈ ഒരു മരുന്നിൻ്റെ വരവോടുകൂടി നമുക്ക് രോഗികളുടെ ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുന്നുണ്ട്, ഷുഗർ നന്നായിട്ട് നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം പ്രമേഹ രോഗികൾക്കുള്ള മറ്റ് ഒട്ടനവധി അനുബന്ധ പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ, മുട്ട് തേയ്മാനം, രാത്രി കൂർക്കം വലിക്കുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ ഒട്ടനവധി ഡയബറ്റിസ് അസോസിയേറ്റഡ് കോമോർബിഡിറ്റീസ് കുറയ്ക്കുന്നതിനും ഈ സിമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ്റെ വരവോടുകൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ വന്ന വിപ്ലവകരമായ ഒരു മാറ്റം എന്നുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുത്തിവെക്കേണ്ടി വരുന്ന ഒരു ഇൻസുലിൻ, അതിനെ ഇൻസുലിൻ ഐക്കോഡാക് എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം. ഇഞ്ചക്ഷൻ അവിക്ലി എന്ന പേരിൽ നോവോ നോർഡിസ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഇൻസുലിൻ നമ്മുടെ മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ളത്. 20-30 യൂണിറ്റ് ദിവസവും ഇൻസുലിൻ എടുക്കേണ്ടി വരുന്ന ഒരു വ്യക്തിക്ക് ഈ ഇൻസുലിനിലേക്ക് മാറുമ്പോൾ ആ വ്യക്തിക്ക് മാസ ചെലവ് വേണ്ടി വരുന്നത് ഏകദേശം 2,500-2,600 രൂപയാണ്. ഈ ഇൻസുലിൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുത്തിവെച്ചാൽ മതി എന്നൊരു അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ മാസ ചെലവായി വരുന്ന ഈ ഒരു തുക അത്ര ഒരു ഹ്യൂജ് എമൗണ്ടായി എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പ്രമേഹ ചികിത്സയിൽ ആഴ്ചയിൽ ഒരിക്കൽ കുത്തിവെക്കാവുന്ന ഒരു ഇൻസുലിനും പ്രമേഹവും ശരീരഭാരവും നിയന്ത്രിക്കാവുന്ന ആഴ്ചയിൽ കുത്തിവെക്കാവുന്ന ഇഞ്ചക്ഷൻ സിമാഗ്ലൂട്ടൈഡും നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണെന്ന്. ഇനി ഇത് രണ്ടും കൂടെ ഒരു സിറിഞ്ചിൽ ലഭ്യമായാൽ ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പ്രമേഹവും ശരീരഭാരവും മറ്റു അനുബന്ധ കോംപ്ലിക്കേഷനുകളും നിയന്ത്രിക്കുവാൻ സാധിക്കില്ലേ? അങ്ങനെ പ്രമേഹ രോഗികളുടെ ജീവിതം വളരെ ലളിതമായി മാറുകയില്ലേ? തീർച്ചയായും ഈ ഒരു ഡയറക്ഷനിലാണ്
നമ്മുടെ ഫാർമ കമ്പനികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ഒരു ഇഞ്ചക്ഷൻ കുത്തി പ്രമേഹവും മറ്റനുബന്ധ പ്രശ്നങ്ങളും നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെന്നും അങ്ങനെ നമ്മുടെ പ്രമേഹ രോഗികളുടെ ജീവിതം വളരെ ലളിതമായി മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ദിവസം എത്രയും വേഗം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏവർക്കും നന്ദി, നമസ്കാരം.